ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ പപ്പായനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു പപ്പായ നമ്മൾ ഒരു വീടാവുമ്പോൾ ഒരു വീട്ടുവളപ്പിൽ ഒരു പപ്പായെങ്കിലും വേണമെന്നാണ് പഴമക്കാർ പറയുന്നത്. കാരണം ഒന്നുമില്ല, നമുക്ക് കറി വെക്കാനിപ്പോൾ ഒന്നുമില്ല, അന്ന് കറി വെക്കാൻ ഒന്നും കിട്ടിയില്ലെങ്കിൽ നേരെ പോയ പപ്പായൻ്റെ അടുത്തേക്ക് പോയ ഒരു പപ്പായം എടുത്ത് കറി വെക്കുക അല്ലെങ്കിൽ തോരൻ വെക്കുക ഒക്കെ ചെയ്യും. ഇപ്പം അത് മൂത്താലും നമുക്ക് കുഴപ്പമില്ല, വെണ്ടക്കൊക്കെ മൂത്താൽ ഒന്നിനും കൊള്ളൂലല്ലോ. അതുപോലുള്ളൊരു ഇതല്ല, പച്ചക്കറിയായിട്ടും പഴമായിട്ടും ഒരേ സമയത്ത് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഇതാണ് പപ്പായ. പിന്നെ പപ്പായക്ക് വലിയ പരിചരണം കൊടുക്കൊന്നും വേണ്ട, പെട്ടെന്ന് ഉണ്ടാവും ചെയ്യും, നല്ലോണം കായ്കൾ ഉണ്ടാവും ചെയ്യും. പിന്നെ അതുമല്ല, ചെറിയ പഴം നല്ലല്ലോ ഈ പപ്പായ എന്ന് പറഞ്ഞ്. ഇപ്പം നമ്മൾ പച്ചക്കറിയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ കാമ്പ് മൊത്തം നമുക്ക് എടുക്കാണ്ട് കുറഞ്ഞ സ്കിന്നെ ഒഴിവാക്കാനുള്ളൂ. ഇനിയിപ്പോൾ പഴമായിട്ട് ഉപയോഗിക്കുമ്പോഴങ്ങനെ തന്നെ ഒഴിവാക്കാൻ കുറച്ചേ ഉള്ളൂ, പക്ഷെ ബാക്കിയൊക്കെ നമുക്ക് കഴിക്കാനുള്ളതാണ് ഈ പപ്പായ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വീട്ടുവളപ്പിൽ പപ്പായ പിടിക്കാത്തവരും അപ്പോൾ അല്ലെങ്കിൽ എങ്ങനെ പപ്പായ കൃഷി ചെയ്യേണ്ടതെന്ന് അറിയാത്തവരൊക്കെ ഉണ്ടാവും. ചില വീട്ടിൽ ഒന്നുമില്ലാതെ വെറുതെ ഉണ്ടാവും കേട്ടോ. ചിലർ എത്ര കുഴിച്ചിട്ട് നോക്കിയാലും അത് ഉണ്ടാവില്ല. അപ്പോൾ പപ്പായയിൽ തന്നെ ഒരുപാട് വെറൈറ്റികളുണ്ട്. നാടനുണ്ട്, പിന്നെ നാടനിൽ തന്നെ നല്ല പിന്നെ വലിയ കായ്കളും ചെറിയ കായ്കളുണ്ട്. പിന്നെ ഇപ്പോൾ ഹൈബ്രിഡൊക്കെ ഇറങ്ങുന്നുണ്ട്, റെഡ് ലേഡിയൊക്കെ പിന്നെ പോലത്തെ ഹൈബ്രിഡ് ഇനങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. അത് കൃഷി ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നവരാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. വീട്ടുവളപ്പിലും വെക്കാം, പെട്ടെന്ന് കായ ഉണ്ടാവും. 6 മാസം ആകുമ്പോഴേക്ക് കായ പിടിച്ച് തുടങ്ങും ഈ റെഡ് ലേഡി എന്ന് പറയും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണ ഒരു ടൈപ്പ് ഉണ്ടല്ലോ, അതാണ് പിന്നെ ഈ റെഡ് ലേഡി എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് കായ പിടിക്കും. നാടനാകുമ്പോൾ അത്ര പെട്ടെന്നൊന്നും ആവില്ല, എന്നാലും പെട്ടെന്ന് ഉണ്ടാവും ഈ പപ്പായ. അപ്പോൾ ഇത് നല്ല വെയിലുള്ളൊരു സ്ഥലത്ത് വെച്ചാൽ മതിയാവും. ഇനിയിപ്പോൾ തൈയൊക്കെ കൊടുന്ന് കുഴിച്ച് വെക്കുന്നവരാണെങ്കിൽ ഒരു സംശയം വേണ്ട, നല്ല വെയിൽ ആവശ്യമാണ്. അപ്പോൾ നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കുക, നല്ല നീർവാർച്ച. ഈ പിന്നെ വെള്ളത്തിൻ്റെ അംശം എപ്പോഴും വെള്ളം കെട്ടിക്കിടക്കുക അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ പുലപ്പം നിലനിൽക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടാവുമല്ലോ, ആ സ്ഥലത്തൊന്നും വെക്കരുത്. അവിടെയൊക്കെ വെച്ചാൽ അധികം അതിൻ്റെ ഇലകളൊക്കെ മഞ്ഞളിച്ച് ഇങ്ങനെ പോയി വേരിനൊക്കെ ചീച്ചിൽ വന്ന് നശിച്ചു പോകാനൊരു സാധ്യത ഉണ്ട്. അപ്പോൾ നല്ല നീർവാർച്ചുള്ള സ്ഥലത്തൊക്കെ വെക്കുകയാണെങ്കിൽ പപ്പായ പെട്ടെന്ന് പിടിച്ച് കിട്ടും. ഈ മുരിങ്ങ പപ്പായ എന്നൊക്കെ പറഞ്ഞാൽ വല്ലാതെ വെള്ളം ആവശ്യമില്ലാത്ത പ്ലാന്റുകളാണ്. വെള്ളം കെട്ടിക്കിടക്കരുത്, അതിൻ്റെ ആ മണ്ണിൽ വെള്ളം കെട്ടിക്കിടക്കരുത്. നല്ല കടും വേനൽക്കൊക്കെ ഇടയ്ക്ക് കൃഷിക്കാരൊക്കെ ചെറുതായിട്ട് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ വലിയ വെള്ളത്തിൻ്റെ ആവശ്യമില്ലാത്ത മരങ്ങളാണ് ഈ ഒരു പപ്പായ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വെള്ളം കെട്ടിക്കിടക്കേണ്ട, അത് പ്ലാന്റ് നശിപ്പിക്കും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മണ്ണ് ഒന്ന് കൂന കൂട്ടിക്കാണ്ട് വീട്ടിൽ കുഴിച്ചിടണോലൊന്നും മണ്ണ് കൂന കൂട്ടിയൊന്നും അല്ല കുഴിച്ചിടല്ല, അല്ലാതെ തന്നെ പപ്പായ നല്ലോണം ഉണ്ടാവാറുണ്ട്. ഇനിയിപ്പോൾ തൈകൾ വെക്കുന്നവരാണെങ്കിൽ നല്ല വെയിലുള്ള സ്ഥലം നോക്കിയാണ് കുഴിയൊക്കെ കുത്തി അടിവളം എന്തെങ്കിലും ഇടാനുണ്ടെങ്കിൽ ഇട്ടാൽ നല്ലതാണ്. വേപ്പിൻ പിണ്ണാക്ക്, കുമ്മായം, പിന്നെ ചാണകമോ കോഴിവളമോ എന്തെങ്കിലും ഇടാണ്ട് ഇട്ടുകൊണ്ട് മണ്ണിട്ട് മൂടി ചെറിയൊരു കുഴി എടുത്തുകൊണ്ട് തൈ വെക്കുമ്പോൾ തൈ നന്നായിട്ട് ചെരിച്ച് വെക്കുക. എത്രയും കടത്തി വെക്കാൻ പറ്റുമോ അത്രയും ചെരിച്ചാൻ പറ്റുമോ അത്രയും ചെരിച്ച് വെക്കുക. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതന്നെ സാവധാനം നീർന്ന് വരും. അത് എന്തിനാ വെച്ചാൽ അതിൻ്റെ നമ്മൾ ഈ ചിത്രത്തിലോ അല്ലെങ്കിൽ കൃഷിക്കാരുടെ പിന്നെ തോട്ടമൊക്കെ നോക്കിയാൽ ശ്രദ്ധിച്ചാൽ അറിയാം, അതിൻ്റെ താഴെ ഭാഗം നല്ല കട്ടിയിൽ നിൽക്കും. അത്ര ഉയരൊന്നും വെക്കാതെ പെട്ടെന്ന് കായ്ക്കൊക്കെ ചെയ്യൂലേ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നല്ലോണം ചെരിച്ച് വെക്കുമ്പോൾ എത്ര നിങ്ങൾക്ക് ചെരുക്കാൻ പറ്റുമോ അത്രയും ചെരിച്ച് വെക്കുക. അങ്ങനെ നന്നായിട്ട് ചെരിഞ്ഞ് നിന്നോട്ടെ. ആ തൈ നല്ലോണം ചെരിച്ച് വെച്ചിട്ട് മണ്ണിട്ട് നന്നായിട്ട് എല്ലാ തൈയും കുഴിച്ചിടും പോലെ തന്നെ കുഴിച്ചിടുക, പക്ഷേ നന്നായിട്ട് ചെരിച്ച് വെക്കുക. അതിൻ്റെ താഴെ ഭാഗം നല്ല മണ്ണും നല്ല വളർച്ചയൊക്കെ വെക്കാനും പെട്ടെന്ന് കായ്ക്കാനൊക്കെയാണ് ഈ ഒരു ടിപ്പ് ചെയ്യുന്നത്. ഈ കൃഷിക്കാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടിപ്സാണത്. ചെയ്യുന്ന ഒരു പണിയാണ്. അതുപോലെ നന്നായിട്ട് ചെരിച്ചേ വെക്കുള്ളൂ, നേരെ വെക്കൂല. അത് നമ്മൾ തൈ കുഴിച്ച് വെക്കുമ്പോൾ നല്ലോണം ചെരിച്ച് വെച്ചാൽ അതിൻ്റെ താഴെ ഭാഗത്ത് നല്ല മണ്ണുണ്ടാവും. ചെടീൻ്റെ അത്ര ഉയരം വെക്കൂല, പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യും. അപ്പോൾ വലിയ പരിചരണമൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു സാധനമാണല്ലേ പപ്പായ. ചിലർക്കാണെങ്കിൽ ഇത് തൊടിയിലുണ്ടായിട്ട് വേണ്ടാത്തവരും ഉണ്ട് കേട്ടോ. ചിലർക്ക് നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് വലിയ ആവശ്യം ഉണ്ടാവില്ല, പക്ഷേ ഇല്ലാതാവുമ്പോഴേ നമുക്ക് അതിൻ്റെ വില മനസ്സിലാവുള്ളൂ അല്ലേ, ഒരു കറിക്കും വേണ്ടിയോ ഒരു പഴത്തിനും വേണ്ടിയൊക്കെ തിന്നാൻ. പിന്നെ ഈ പപ്പായക്ക് കാര്യമായിട്ടൊരു അസുഖമൊന്നുമില്ല,
പിന്നെയുള്ള ഒരു കേടെന്ന് പറഞ്ഞാൽ ഒരു കുരുടിപ്പ, അത് വന്നാൽ പിന്നെ കഴിഞ്ഞ് കഥ. അത് പറിച്ച് കളയല്ലാതെ വേറൊരു വഴിയില്ല, വേറൊരു മരുന്നുമില്ല. അത് പറിച്ച് കളയാതെ നമ്മൾ നിർത്തി കളഞ്ഞാലുണ്ടല്ലോ പിന്നെ നമ്മളെ വീട്ടുവളപ്പിൽ ഏതൊക്കെ പപ്പായ ഉണ്ടോ അതിനൊക്കെ അത് ബാധിക്കും. എല്ലാം നല്ലത് വേഗം നശിപ്പിക്കുക, എന്നിട്ട് വേറെ കുഴിച്ച് വെക്കുക. അപ്പോൾ പപ്പായ പഴമായിട്ട് കഴിക്കാനാണോ ഇഷ്ടം, പച്ചക്കറിയായിട്ട് കഴിക്കാനാണോ ഇഷ്ടം, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് പറയാം.